നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ നമ്മുടെ അർജുൻ്റെ കാര്യം. സത്യം പറഞ്ഞാൽ അത് ഇപ്പോൾ ഇന്നിപ്പോൾ 7ാമത്തെ ദിവസമാണ്. ഇപ്പോൾ 6-7 ദിവസമായിട്ടും ഇതുവരെ നമുക്ക് അർജുൻ എവിടെ ഉണ്ടെന്ന് നമുക്ക് ട്രേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇപ്പം എവിടെ ആണ്, എന്ത് ചെയ്യും, ഒരു പിടി നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം വണ്ടിക്കകത്തുണ്ടോ, അതോ ഇനി മറിഞ്ഞോ, വണ്ടി മറിഞ്ഞ് ഇനി വേറെ എങ്ങോട്ടെങ്കിലും മാറിയോ, ഒരു അവർ പുഴയിലൊക്കെ തപ്പാൻ നോക്കുന്നുണ്ട്, അതിനകത്തോണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ആ ഒരു വല്ലാത്ത അവസ്ഥയിരിക്കുകയാണ്. അതായത് ഞാനാണെങ്കിൽ ഈ ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാം ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം റിപ്പോർട്ടറിനകത്തൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ലൈവ് അപ്ഡേറ്റ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം റെഡിയാവും എന്ന് വെച്ചിട്ട് ഇന്നിപ്പോൾ 7 ദിവസമായി, ഒരു അപ്ഡേറ്റും ഇല്ല. നമുക്കിതുവരെ അർജുൻ എവിടെ ഉണ്ടെന്ന് പോലും ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നമുക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നമ്മൾ ജീവിച്ചിട്ട് അവിടെ ഇതൊന്നും പെട്ടെന്ന് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പോൾ കർണാടകയുടെ സൈഡിലായാലും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് അവരുടെ റെസ്പോൺസ് എല്ലാം. ഭയങ്കര ഒരു സീരിയസ്നെസ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ കാണിച്ചത്. തുടക്കം മുതലേ അവരുടെ ഒരു സീരിയസ്നെസ് ഇല്ലായ്മ ആണ് നമുക്ക് ഇത്രയും ദിവസം എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാവേണ്ടതാണ്. ഇത്രയും ദിവസം ഇത് ആയത് തന്നെ അവർ ഒരു സീരിയസ്നെസ് കുറവ്. നമുക്ക് തോന്നുന്നില്ല ഇവർ സീരിയസ് ആയിട്ട്. അവരിപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർ അല്ലേ എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മളുടെ ഒരു ചോരയാണ് മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എത്രയും വേഗം രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതുപോലെ ഇപ്പൊ നമ്മൾ വേറെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പം കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഒരു നാട്ടിലെ ഉള്ള ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരുത്തൻ പെട്ടെന്ന് ഇറങ്ങും. അത് നമുക്ക് അങ്ങോട്ടൊന്നും പോയി കിട്ടില്ല. അതിപ്പോൾ എവിടെ ആയാലും ഇപ്പോൾ കേരളം കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. കേരളത്തിനുള്ളിലുള്ള നമ്മളുടെ ആ ഒരു സ്നേഹം, മലയാളികൾ എവിടെ ഉണ്ടോ മലയാളികൾ തമ്മിൽ ഒത്തൊരുമയുണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് കേരളത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ആ ഗുഹയ്ക്കകത്ത് കയറി കുടുങ്ങിയില്ലേ ബാബുവിനെയൊക്കെ പെടാന്ന് രക്ഷപ്പെടുത്തി. കുറച്ച് അന്ന് ഈ കർണാടക കളിക്കുന്ന കളി കളിച്ചാൽ ബാബു അവിടെ ഇരുന്നിട്ട് അതിനകത്തിരുന്ന് പെട്ടേനെ. ഇതിപ്പോൾ നമ്മൾ അന്ന് തന്നെ ആർമി വിളിച്ച് അവർ വന്ന് ആർമി വന്നത് റെഡിയായി. ബാബുക്ക് ഇപ്പോൾ ജീവനോടെ നടക്കുന്നു. പക്ഷെ ഇതേ ഒരു കാര്യം ഇവർ ചെയ്തില്ല. ഇവരിപ്പോഴും ലേറ്റ് ആക്കി പോലീസുകാരെ വിശ്വാസത്തിൽ വെച്ചു. ആ HD കുമാരസ്വാമി വന്നിട്ട് പോലീസിന്റെ ആവശ്യം മതി, പട്ടാളത്തിന്റെ ആവശ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഈസി മട്ട് കണ്ട് അവസാനം ഇപ്പൊ 6-7 ദിവസമായപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ കയ്യിൽ നിന്ന് പോയി. കാരണം ഇപ്പം എല്ലാവരും അറിഞ്ഞു, മീഡിയാസ്, നമ്മുടെ കേരളത്തിലുള്ള മീഡിയാസിന്റെ ഒക്കെ ഒരു ഇമ്പാക്ട് അത് വളരെ വലുതാണ്. കാരണം അവരാണ് സത്യം പറഞ്ഞ ഇത് ഇത്രയും ലോകത്തെ അറിയിച്ചതും ഈ ന്യൂസ് ഇത്രയും സ്പ്രെഡായി എല്ലാവരും അറിഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്ട് കേരള മീഡിയാസ് അതെല്ലാം എടുത്ത് അവരെല്ലാം ഒരുമിച്ച് നിന്ന് കോർഡിനേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ചാനൽ മാത്രമല്ല കേട്ടോ, എല്ലാ ചാനലിലും ഇക്കാര്യത്തിൽ എല്ലാ ചാനലിനെയും നമ്മൾ സപ്പോർട്ട്, അവരെല്ലാ ചാനലിലെയും സപ്പോർട്ട് ഞാൻ കണ്ടായിരുന്നു. കാരണം ഏത് ന്യൂസ് ആയാലും നമ്മൾ കാണുന്നുണ്ട്. ഈ പോലീസുകാരൊക്കെ പറയുന്നുണ്ട് ഇത് ഡ്രൈവർ അല്ലേ, അപ്പം ഈ ഡ്രൈവർക്ക് എന്തിനാ ഇത്ര ഹോൾഡ്, ഈ ഡ്രൈവറിനാണോ ഹോൾഡ് അതോ ലോറി ഡ്രൈവറിനാണോ, ലോറിയുടെ ഓണറിനാണോ ഹോൾഡ്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ലോറിയുടെ ഓണർ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മലയാളിയാണ് അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മളുടെ സ്നേഹം. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കും, നമ്മൾ പല കാര്യങ്ങളും പറയും, രാഷ്ട്രീയപരമായിട്ട് നമുക്ക് എതിർപ്പുണ്ടാവും, നമ്മൾ പല വിഷയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കും. പക്ഷെ നമുക്കൊരു പ്രശ്നം വന്നാണ്ടല്ലോ നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കും. അത് സത്യം പറഞ്ഞാൽ അത് മലയാളികൾ, അത് എവിടെ പോയാലും മലയാളി എന്ന് പറയുമ്പോൾ ഒരു പ്രൗഡ് സംഭവമാണ്. അത് നിങ്ങൾ പുറത്ത് പോയി ജീവിക്കുമ്പോൾ നമ്മൾ മലയാളി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. കേരളത്തിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ സൗത്ത് സൈഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, പ്രത്യേക അനുഭവമാണ്. പിന്നെന്താ, അതൊരു സംഭവമാണ്. പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇതിപ്പം സീരിയസ്നെസ് ഇല്ലാതെ ഇത്രയും ദിവസമായി. നാളെ അതായത് ഞാൻ സത്യം പറഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാം ഈ അർജുൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാം ഈ വീഡിയോ കാണും. അപ്പം എല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ റിപ്പോർട്ടറിനകത്തുള്ള ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സ് ഞാൻ കണ്ടു. അതിനകത്തുള്ള ഓരോ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ രക്ഷപ്പെടും. ഇന്നലെ ആണെങ്കിൽ ഞാൻ ഉറങ്ങിയപ്പോൾ വെളുപ്പിന് 3 മണിയായി UK. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു 8 മണി, 5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് എല്ലാം റെഡിയാവും. നേരം വെളുക്കുമ്പോഴത്തേക്ക്, നാട്ടിൽ നേരം വെളുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാവും. അർജുൻ ഇന്ന് എഴുന്നേക്കും അല്ലെങ്കിൽ ഇന്ന് രക്ഷപ്പെടും എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ ഇന്നും നടന്നില്ല. മാക്സിമം നാളെ തന്നെ എല്ലാ ശുഭവാർത്തയും കേൾക്കാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ രഞ്ജിത്ത് ഇസ്രായേലിന്റെ വീഡിയോ, കാരണം നമ്മളിവിടുന്ന് ഹെലിക്യാമിൽ കാണുന്ന ദൃശ്യങ്ങളിൽ അത്രയധികം വീണ്ടും ധാരാളമായി മണ്ണ് അവിടെ മൂടിക്കിടക്കുന്നതാണ് കാണുന്നത്. അപ്പം 98% എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞില്ല, അവരുടെ കാര്യം എന്താണെന്ന് നമ്മൾ നോക്കുന്നില്ല. കാരണം അലംഭാവം ഫസ്റ്റ് ഡേ വിട്ട് ഈ അലംഭാവം ഉണ്ടായത് ആയതുകൊണ്ടല്ലേ, നിസ്സംഗത ഉള്ളതുകൊണ്ടല്ലേ ഇതൊരു സിവിലിയനായി ഞാൻ ഫോഴ്സ് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നത്. കാരണം വീട്ടിൽ ഇരുന്നത് ഒരുപാട് താമസിച്ചത്. ഉത്തരാഖണ്ഡിലെ സംഭവം പോലും ടണൽ റെസ്ക്യൂ പോലും പിറ്റേ ദിവസം ഞാനോട് ചൈന നേപ്പാൾ ബോർഡറിലുള്ള ആലോചിക്കണം.
ഡൽഹിയിൽ നിന്ന് 600 കിലോമീറ്റർ ദൂരമുള്ള ആ സ്ഥലത്ത് സെക്കൻഡ് ഡേ എത്തി. കേരളത്തിനടുത്തുള്ള ഈ സ്ഥലത്ത് നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഞാൻ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് സംഭവം അറിയുന്നില്ല എന്താണെന്നുള്ളത്. NDRF ത്രൂ റിപ്പോർട്ട് കിട്ടിയപ്പോഴത്തേക്കാണ് എനിക്ക് വരുന്നത്. എന്തെങ്കിലും NDRF ത്രൂ റിപ്പോർട്ട് കിട്ടി അങ്ങനെ ഒരു ഈ ബറ്റാലിയൻ കോൺടാക്ട് ചെയ്യുന്ന സംഭവം നടന്നപ്പോൾ അങ്ങനെ ഞാൻ 5th ഡേയിലാണ് എത്തുന്നത്. കണ്ടോ, അതായത് ഇതിനകത്ത് പറയുന്നത് വെച്ചാല് കർണാടക ഗവൺമെന്റിന്റെ ഒരു എന്താ പറയാ ഈസി മട്ടാണ് എല്ലാം കൊണ്ടും ഉള്ള പ്രശ്നം. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ എടുത്തത് നമുക്ക്. പിന്നെ അതും പോരാത്തതിനാണ് അവരുടെ റവന്യൂ മന്ത്രി പറഞ്ഞത് 98% ഓഫ് അവിടുത്തെ മണ്ണ് എടുത്തുനിന്ന്. എന്നിട്ടാണ് അവർ ഇപ്പൊ ന്യൂസ്, അതായത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു 98% ഓഫ് മണ്ണ് ഞങ്ങൾ അവിടുന്ന് എടുത്തു, അത് അവിടുന്ന് എല്ലാം കഴിഞ്ഞ് അവർക്ക് ഒരു ഇതില്ല, അതായത് എടുത്ത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുള്ളി പറയുന്നത്. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് 98% അവിടെയാണെങ്കിൽ കുറച്ച് ഭാഗത്ത് മണ്ണ് മാറ്റിയിട്ട് 98% മണ്ണ് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അർജുൻ്റെ കാര്യം നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. എത്രയും നല്ല രീതിയിൽ അത് എത്രയും നല്ല വാർത്ത നാളെ കേൾക്കണം. നാളെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 12 മണിയായി, ഇന്ന് കേൾക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും, ഇപ്പോൾ ഞാൻ മാത്രമല്ല എല്ലാ മലയാളിയും ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വേണേൽ പറയാം. ഞങ്ങൾക്കത് അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് അങ്ങനെ ഈസി മട്ടി കളയുന്ന പോലെ നമുക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല. കാര്യങ്ങൾ നല്ലപോലെ നടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ നാട്ടിലെ നമ്മുടെ ചെക്കനെ ജീവനോടെ രക്ഷപ്പെടുത്തിയേനെ. ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നമുക്കാണെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ നിസ്സഹായ അവസ്ഥയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ സ്റ്റേറ്റ് ആണ്, അവർക്ക് പ്രത്യേക റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. നമുക്കതിനെ അതിൻ്റെ മുകളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് മാക്സിമം നമ്മൾ ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ശുഭവാർത്തകളൊക്കെ കേൾക്കാൻ ഇടയാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.